എങ്ങനെയാണൊരു കുട്ടി ക്രിമിനൽ സ്വഭാവം ഉണ്ടാകുന്നത്? ഇന്ന് നമുക്ക് കണ്ടറിയാം, ഈ കഴിഞ്ഞ 1 വർഷം അല്ലെങ്കിൽ 2 വർഷമായി ഇറങ്ങിയിട്ടുള്ള എത്ര ചിത്രങ്ങളിലാണ് ക്രിമിനൽ സ്വഭാവമുള്ള കാര്യങ്ങൾ കാണിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ക്രിമിനൽ കാര്യങ്ങളാണ് സിനിമയിൽ വിഷ്വലൈസ് ചെയ്യുകയാണ്. ഈ സിനിമ കാണുമ്പോൾ കണ്ടിരിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ പോകുന്ന വഴിക്ക് വളരെ ഈസി ആയിട്ട് കൊല്ലുന്നു, ഒരു കത്തിയെടുത്ത് പതുക്കെ വീശുന്നു. അതിനേക്കാളൊക്കെ ക്രൂരമായി കൊല്ലുന്നത്, ചുറ്റികൊണ്ടൊക്കെ അടിച്ചു കൊല്ലുന്നത്, അത്തരം രീതിയിലുള്ള. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് എന്താണ് തോന്നുക? ഇത് ഇത്ര ഈസിയാണ്, അല്ലെങ്കിൽ ഇത് ചെയ്താൽ എന്താണ് കുഴപ്പം, ഇത് ചെയ്തു കഴിഞ്ഞാലും രക്ഷപ്പെടാൻ ഇവിടെ പഴുതുകളുണ്ടല്ലോ, അല്ലെങ്കിൽ എൻ്റെ ബലവും എനിക്കിതൊക്കെ കഴിയും എന്ന് തോന്നുന്ന ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലത്തിലേക്ക് ഒരു പരിധി വരെയെങ്കിലും. ഈ സമൂഹത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളെല്ലാം സ്വാധീനിക്കപ്പെട്ടവരാണ് എന്തിലെങ്കിലും. ഈ സമൂഹത്തിൽ കാണുന്ന എല്ലാ വ്യക്തികളും എന്തിനെയോ സ്വാധീനിച്ചിട്ടാണ് ഈ വ്യക്തികളായത്. ഒരു വലിയ ശാസ്ത്രജ്ഞനായി മാറിയ ഒരാൾ കുട്ടിയായിട്ട് ജനിച്ചപ്പോൾ ആ കുട്ടിയുടെ ബ്രെയിനിൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ചില, അല്ലെങ്കിൽ കൂടുതലുണ്ടാവാം, കുറവുണ്ടാവാം, കഴിവ് വ്യത്യാസമൊക്കെ വന്നേക്കാം, ശരീരത്തിന് അങ്ങനെ വ്യത്യാസം ഉണ്ടായേക്കാം. പക്ഷേ വേറുന്നുണ്ട്, ഇതിലേക്ക് പോയത് ഇവർ എന്തിനെയെങ്കിലും ആരെയെങ്കിലും കണ്ട് ഒരു ചെറിയ തരത്തെങ്കിലും ഒരു സ്വാധീനം, എനിക്കും അങ്ങനെ വേണം, എനിക്കും അതുപോലെ ആയിരുന്നെങ്കിൽ എന്നുള്ളൊരു സ്വാധീനത്തിൻ്റെ പുറത്താണ്. ഒരു നല്ല വിഭാഗം ഈ സിനിമ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന സീരീസുകൾ കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ സ്വാധീനത്തിലേക്ക് പതുക്കെ മാറുന്നു. എനിക്കിങ്ങനെ ആയാൽ എന്താ എന്ന തോന്നലേക്ക് വരുന്നു. പലപ്പോഴും നമുക്കറിയാം പല കുട്ടികളും വഴിതെറ്റുന്നത് ഈ പറഞ്ഞ പോലെ കുട്ടികളെ നല്ല പഠനത്തിന് വേണ്ടി ബാക്കിയായിട്ട് നല്ല സ്കൂളിൽ വളരെ ചിട്ടയോടെ പഠിപ്പിക്കുന്ന, വളരെ ഡിസിപ്ലിനോടെ പഠിപ്പിക്കുന്ന സ്കൂളിൽ വിടുന്നു. ഈ സ്കൂൾ കഴിഞ്ഞ് ഇവർ സ്വതന്ത്രമാകുന്നൊരു സമയം, +2 കഴിഞ്ഞതിന് ശേഷം ഇവർ സ്വതന്ത്രമാകുന്ന സമയത്ത് ഇവർക്ക് സ്വാതന്ത്ര്യത്തോടെ കുറേ കൂട്ടുകാരുണ്ടാവും. അന്ന് ഞാൻ ഫ്രീ ആവുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ അതൊക്കെ വേണം, അല്ലെങ്കിൽ ഞാൻ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകും എന്നുള്ള തോന്നലിൽ ഈ കൂട്ടുകാരുടെ കൂടി മയക്കുമരുന്നിലേക്കോ ബാക്കിയുള്ളതിലേക്കും ഇവർ പോകുന്നു. ഇത്തരത്തിൽ ഓരോ കാലഘട്ടത്തിൽ ഇവർക്കുണ്ടാവുന്ന എന്താ പറയുക, ഇവർ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇവരുടെ വികാരങ്ങളെ എവിടെയെങ്കിലും തുറന്നു വിടുന്ന സമയത്ത് അതൊരു വലിയ ക്രിമിനൽ മൈൻഡ് സെറ്റിലേക്ക് മാറുകയാണ്.